മാളാക്കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പടുക്കപ്പറമ്പ് തടയണയ്ക്ക് സമീപം വലിയ തോടിന്റെ ബണ്ട് തകർന്നു. പച്ചളിപ്പുറം പൂക്കോട് ഭാഗത്ത് വ്യാപക കൃഷിനാശം. താന്യം പഞ്ചായത്തിലെ അനാർവല്ലി മേഖലയിൽ നിരവധി വീട്ടുകാർ ദിവസങ്ങളായി വെള്ളക്കെട്ട് ദുരിതത്തിൽ. പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ പരിശോധന നടത്തും. അടിപ്പാത, മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത തടസ്സങ്ങളും അപകടാവസ്ഥയും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.5 കിലോ കഞ്ചാവ് പിടികൂടി. പ്ലാറ്റ്ഫോമിൽ ബാഗിൽ ഉപേക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മാളാക്കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗാ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത്. തിരുമുക്കുളം കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഭവം. തുടർന്ന് യോഗത്തിൽ തർക്കമുണ്ടായി. സംഭവം വിവാദമായതോടെ പരിപാടി നടത്താനുള്ള അനുമതി പോലീസ് നിഷേധിക്കുകയായിരുന്നു. സംഘടനയിൽ BJP RSS ആശയങ്ങൾ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തിരുമുക്കുളം കരയോഗത്തിന്റെ പേരിൽ ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് തിരുമുക്കുളം NSS ഭജന മണ്ഡപത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ സ്കൂളിലെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പച്ചളിപ്പുറം പൂക്കോട് ഭാഗത്ത് വ്യാപക കൃഷിനാശം. പടുക്കപ്പറമ്പ് തടയണയ്ക്ക് സമീപം വലിയ തോടിന്റെ ബണ്ട് തകർന്നതാണ് കാരണം. തോട് ഗതിമാറി ഒഴുകി സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ ജാതിയും തെങ്ങും കവുങ്ങുകളും കടപുഴകി. ചീരമ്പത്ത് രാമചന്ദ്രൻ, പതിയാരപ്പാട്ട് വത്സല എന്നിവരുടെ പറമ്പുകളിലാണ് കൃഷിനാശം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് തോടിന്റെ വശം തകർന്നത്. പീച്ചി ഇടതുകര കനാലിലേക്ക് എത്തുന്ന തോടാണ് അപകട ഭീഷണി നേരിടുന്നത്. മഴ ശക്തമായാൽ തോടിന്റെ കൂടുതൽ ഭാഗം തകരാൻ സാധ്യതയേറെയാണ്. നിലവിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ ഒഴുകുന്ന വെള്ളം വട്ടണാത്ര പാടശേഖരത്തിലേക്കാണ് എത്തുന്നത്. നീരൊഴുക്ക് കൂടിയാൽ പാടശേഖരത്തിന്റെ താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയുമുണ്ട്. തോടിന്റെ കുറച്ചു ഭാഗങ്ങൾ കയർ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിച്ചുവെങ്കിലും അപകടാവസ്ഥയിലായ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്താതിരുന്നതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അധികൃതർ ഇടപെട്ട് തകർന്ന ബണ്ട് താൽക്കാലികമായി കെട്ടി സംരക്ഷിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. താന്യം പഞ്ചായത്തിൽ രാപ്പാടി റോഡ് അനാർവല്ലി മേഖലയിലെ 7ഓളം വീട്ടുകാർ ദിവസങ്ങളായി വെള്ളക്കെട്ട് ദുരിതത്തിൽ. ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. വീടുകളുടെ സമീപത്ത് നിർമ്മിച്ചിട്ടുള്ള കാന വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. കാനയിലെ തടസ്സം കാരണം മഴ പെയ്താൽ കാനയിലെത്തുന്ന വെള്ളം കരുവാൻകുളം പാടത്തേക്ക് ഒഴുകിപ്പോകാതെ വീടുകൾക്ക് ചുറ്റും നിറയുകയാണ്. ഇതോടെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെന്ന് വീട്ടുകാർ പറയുന്നു. ആദ്യം നമുക്ക് കുഴികൾ മാത്രം ഉണ്ടായുള്ളൂ. ഈ ഒരു സ്ലാബ് തടണത്തോട് കൂടി നമുക്ക് ഒരു 2 പലക ഇട്ടിട്ട് നമ്മളിപ്പോ നടക്കുന്നത്. മഴ പെയ്ത് വെള്ളം പൊന്തി പിന്നെ പലക ഒലിച്ചു പോയുവാ. അപ്പൊ പിന്നെ നമുക്ക് നടക്കാൻ പോലും പറ്റണില്ല. ഞാനിപ്പോ 2 ദിവസമായിട്ട് ജോലിക്കും പോണില്ലേ. പിള്ളേര് വെള്ളം കയറി പിന്നെ ഒരാഴ്ചയായിട്ട് പഠിക്കാനും പോണില്ല. കാനയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചാണ് ഇവിടത്തുകാർക്ക് വഴിയൊരുക്കിയിട്ടുള്ളത്. സ്ലാബുകൾ പല സ്ഥലത്തും തകർന്നിട്ടുള്ളതിനാൽ കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടിലാണെന്നും പറയുന്നു. ഇതു സംബന്ധിച്ച് പലതവണ പഞ്ചായത്ത് മെമ്പറെയും ബന്ധപ്പെട്ടവരെയും സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. പരാതി കൊടുക്കുന്നിടത്ത് പല സ്ഥലത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരാളും തിരിഞ്ഞു നോക്കണ കാണാനില്ല. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ആരെങ്കിലും ഇതിനെ കണ്ട് നമുക്ക് നടക്കാനുള്ളൊരു വഴിയെങ്കിലും നന്നാക്കി തരാൻ നമ്മളെല്ലാവരുടെ അടുത്തും പറയണല്ലോ. നമുക്കൊരു ഉപകാരം ചെയ്തു തരാത്ത ഒരു പാർട്ടിക്കാരായാലും മെമ്പർമാരായാലും
നമുക്ക് ഇനി താല്പര്യമില്ല. ഒരു വോട്ട് ചോദിച്ചു ഇനി ഒരാളും വരണ്ടെന്ന് നമ്മൾ പറയുള്ളൂ. എന്നാൽ തകർന്ന കോൺക്രീറ്റ് സ്ലാബുകൾ പുനർനിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മഴ കുറഞ്ഞാലുടൻ പണികൾ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് മെമ്പർ രതി അനിൽകുമാർ അറിയിച്ചു. TCV തൃപ്രയാർ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ പരിശോധന നടത്തും. ബ്ലാക്ക് സ്പോട്ട് റെക്ടിഫിക്കേഷന്റെ ഭാഗമായി നിർമ്മിക്കുന്ന അടിപ്പാത, മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത തടസ്സങ്ങളും അപകടാവസ്ഥയും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, റൂറൽ SP B കൃഷ്ണകുമാർ, ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര, പെരുമ്പി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുക. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.5 കിലോ കഞ്ചാവ് പിടികൂടി. റെയിൽവേ പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പ്ലാറ്റ്ഫോമിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മഴ ശക്തമായേക്കും. തൃശൂർ, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഇന്ന് ആരംഭം. 27 നക്ഷത്രങ്ങളെ 13.5 ദിവസമായി തരംതിരിച്ച് ഓരോ വർഷവും തയ്യാറാക്കുന്ന കൃഷിരീതിയാണ് ഞാറ്റുവേലകൾ. തിരുമുറിയാതെ പെയ്യുന്ന മഴയും കുളങ്ങളും കിണറുകളും നിറഞ്ഞു കവിയുന്ന പോയകാല അനുഭവങ്ങളും ഒന്നുമില്ലെങ്കിലും നാട്ടുകാർക്ക് പരിചിതമായ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തെല്ല് തനിമയുണ്ടെന്ന് പരമ്പരാഗത കർഷകർ പറയുന്നു. വിട്ടുമാറാത്ത തുടർച്ചയായ ചെറിയ മഴകളും അതിനൊപ്പം വെയിലും അനുഭവപ്പെടുന്ന 14 ദിനരാത്രങ്ങളെ കാർഷിക കലണ്ടറിൽ തിരുവാതിര ഞാറ്റുവേല എന്ന് രേഖപ്പെടുത്തുന്നു. വെള്ളത്തോടൊപ്പം മണ്ണിലേക്ക് സൂര്യപ്രകാശവും അരിച്ചിറങ്ങുമ്പോൾ എല്ലാ വിളകൾക്കും സുഗമമായ വേരോട്ടമുണ്ടാകും. തണ്ടുകൾ പറിച്ചു നടീലിനും പരാഗണത്തിനും അനുയോജ്യമായ കാലാവസ്ഥയെന്നാണ് പൂർവികർ ഇതിനെ വിശേഷിപ്പിച്ചത്. മേടപ്പുലരിയിലെ അശ്വതി ഞാറ്റുവേലയോടെയാണ് പൗരാണിക കാർഷിക കലണ്ടറിന്റെ തുടക്കം. ഓരോ ഞാറ്റുവേലകളിലും ചെയ്യുന്ന കൃഷിയും കൃഷിരീതിയുമെല്ലാം ഹരിത വിപ്ലവത്തിന്റെ കടന്നുവരവോടെ അന്യമായി. സങ്കരയിനം വിത്തുകളും അവയെ പരിപോഷിപ്പിക്കുന്ന കീടനാശിനികളും രാസവളങ്ങളും പ്രയോഗിച്ചപ്പോൾ കേരളത്തിന്റെ പൈതൃക കൃഷികൾ അന്യം നിന്നുപോയെന്ന് ജൈവ കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലായത് മറ്റു കാരണങ്ങൾ കൊണ്ടല്ലെന്നും അവർ പറയുന്നു. TCV ചാലക്കുടി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 7:30 സ്ട്രോങ് റൂം തുറക്കും. 14 ടേബിളിലായി 19 റൗണ്ടായാണ് വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ട് എണ്ണും. വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 123 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിന് നിയോഗിച്ചത്. വ്യാഴാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 75.27% പോളിംഗ്. ഇന്ന് ചേരാനിരുന്ന തൃശൂർ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗം മാറ്റിവെച്ചു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് ഒഡീഷയിലേക്ക് പോകേണ്ടി വന്നതിനാലാണ് യോഗം മാറ്റിയത്. പുതിയ തീയതി തീരുമാനിച്ചിട്ടില്ല. ജില്ലയിലെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചിരുന്നത്. സംഘടനാ അച്ചടക്കത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. സമാന്തര പ്രവർത്തനങ്ങളും നേതൃത്വം ഗൗരവമായി കാണുന്നുണ്ട്. അതിനിടെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോസഫ് ടാജറ്റിനെ മാറ്റുമെന്ന അഭ്യൂഹം AICC തള്ളി. DCCയുടെ പ്രവർത്തനങ്ങളിൽ KPCCക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും അതൃപ്തിയില്ലെന്ന് ജില്ലയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി PV മോഹനൻ അറിയിച്ചു. ഇസ്രായേൽ ഇറാൻ യുദ്ധം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് യാത്രികർ ആശങ്കയിൽ. വിമാന സർവീസുകളെ യുദ്ധം ബാധിച്ചേക്കുമെന്നാണ് ആശങ്ക. വിമാനങ്ങൾ റദ്ദാക്കുന്നതും വഴി തിരിച്ചുവിടുന്നതുമായ സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. യുദ്ധം രൂക്ഷമായാൽ വ്യോമാതിർത്തി അടയ്ക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവരെയും വിമാന സർവീസുകളിലെ മാറ്റം വലയ്ക്കുന്നുണ്ട്. വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് മൂലം കണക്ഷൻ ഫ്ലൈറ്റുകൾ നഷ്ടപ്പെടുന്നതായാണ് പരാതി. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കുന്ന സംഭവങ്ങളും ആവർത്തിക്കുകയാണ്. അമിതഭാരത്തിൽ തടി കയറ്റിയ ലോറികൾ റോഡ് തകർത്തതായി പരാതി. അമിതഭാരം കയറ്റിയ ലോറികൾ പോയതിനെ തുടർന്ന് മുരിക്കുങ്ങൽ മുപ്പിളി റോഡ് തകർന്നതായാണ് പരാതി. 8 ടണ്ണിലധികം ഭാരം കയറ്റിയ ലോറികൾ സഞ്ചരിക്കാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് 30-ലേറെ ടൺ ഭാരത്തിൽ തടി കയറ്റിയ ലോറികൾ ഇതുവഴി പോയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെ വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ അധികാരികൾക്ക് പരാതി നൽകി.
തുടർന്ന് വനംവകുപ്പ് അധികൃതർ തടി ലേലം ചെയ്തു കൊടുത്തവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. വലിയ വാഹനങ്ങൾ വന്നുകൊണ്ട് അതിൽ 30 ടണ്ണിന്റെ ഭാരം ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് അധികാരികൾ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടും റേഞ്ചർ അടക്കമുള്ളവർ ഉറപ്പ് പറഞ്ഞിട്ടും നമുക്ക് ആ ഉറപ്പ് പാലിക്കപ്പെടാതായപ്പോൾ നമ്മളത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ഈ നിർദ്ദേശം വകവയ്ക്കാതെ വീണ്ടും തടിലോറി ഇതുവഴി വന്നപ്പോൾ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മുപ്ലി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ തടയുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തു. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി അമിതഭാരത്തിൽ തടി കയറ്റി കൊണ്ടുപോകരുതെന്ന് നിർദ്ദേശം നൽകി. റോഡ് തകരുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗം പോലീസിനും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകി. എന്നാൽ നാട്ടുകാരുടെയും ജനപ്രതിനിധിയുടെയും എതിർപ്പിന് തെല്ലും വില കൽപ്പിക്കാതെ കഴിഞ്ഞ രാത്രി അമിതഭാരത്തിൽ തടി കയറ്റിയ ലോറി ഇതുവഴി കടന്നുപോയതായി പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇത് നടന്നതെന്നും പഞ്ചായത്ത് അംഗം ആരോപിച്ചു. പക്ഷേ ഈ അധികാരികളൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് കോൺട്രാക്ടർ ഇവിടെ നിന്ന് ഈ വാഹനം ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം 11 മണിക്ക് രാത്രി ആ വാഹനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നാട്ടുകാരുടെയും അല്ലെങ്കിൽ പൊതു സ്വത്തിനെയും സംരക്ഷിക്കേണ്ട അധികാരികൾ ഇവിടെ അവരുടെ ഒത്താശയോടുകൂടി ഇന്നലെ ആ വാഹനം ഇവിടുന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. TCV ന്യൂസ് കൊടകര. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ്ക്കളുടെ ശല്യം മൂലം യാത്രക്കാർക്ക് വഴി നടക്കാനാവാത്ത അവസ്ഥയാണ്. നായ്ക്കൾ കുറുകെ ചാടി യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളും നിരവധി. വിദ്യാലയങ്ങൾ തുറന്നതോടെ കുട്ടികളും ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. അക്രമാസക്തരാകുന്ന തെരുവുനായ്ക്കൾ മൃഗങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങളും നിരവധിയാണ്. അറവുശാലയിലെ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വഴിയോരത്ത് ഉപേക്ഷിക്കുന്ന ഇടങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ പുതിയ ട്രെയിൻ അനുവദിച്ച് ദക്ഷിണ റെയിൽവേ. ശനിയാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസവും സർവീസ് ഉണ്ടാകും. രാവിലെ 10:10 കോഴിക്കോട് നിന്നും അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യലായി ഓടിത്തുടങ്ങുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:05 പാലക്കാട്ടെത്തും. തിരികെ 1:50 പുറപ്പെട്ട് കണ്ണൂരിൽ 7:40 തിരിച്ചെത്തും. ഷൊർണൂർ കണ്ണൂർ ട്രെയിനാണ് പാലക്കാട്ടേക്ക് നീട്ടിയത്. പുതിയ ട്രെയിൻ ശനിയാഴ്ചകളിൽ ഷൊർണൂർ വരെ മാത്രമാകും സർവീസ് നടത്തുക. ഈ മാസം 23 മുതൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിപ്പ്. 17 വർഷം മുമ്പ് തറക്കല്ലിട്ട ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് നിർമ്മാണം പൂർത്തിയാക്കി. ഉദ്ഘാടനത്തിന് ഒരുങ്ങി. കെട്ടിടത്തിലെ ഒരു കടമുറിയുടെ വാടക 1 ലക്ഷം രൂപയ്ക്കാണ് ലേലം പോയത്. ദേവസ്വം കടമുറികളിൽ റെക്കോർഡ് വാടകയാണിത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അതിഥി മന്ദിരത്തിന് പുറകിൽ 2008 അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന G. സുധാകരനാണ് അനക്സിന് തറക്കല്ലിട്ടത്. 1 വർഷം തികയുമ്പോഴേക്കും നിർമ്മാണം നിലച്ചു. പിന്നീട് ഇപ്പോഴത്തെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കെട്ടിടത്തിന് പൊതുജീവനേകിയത്. ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 4 നിലകളിലാണ് കെട്ടിടം പണിതിട്ടുള്ളത്. 2 കിടക്കകളുള്ള 36 മുറികളും 5 കിടക്കകളുള്ള 3 മുറികളുമാണുള്ളത്. മുകളിലത്തെ നില പോലീസുകാർക്ക് താമസിക്കാൻ നൽകും. ദേവസ്വം സത്രത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന പോലീസുകാരെയാണ് ഇങ്ങോട്ട് മാറ്റുന്നത്. താഴെ റോഡിന് അഭിമുഖമായി 8 കടമുറികളുണ്ട്. അടുത്ത ഭരണസമിതി യോഗം അംഗീകരിക്കുന്ന മുറയ്ക്ക് കടമുറികളുടെ ലേലം ഉറപ്പിക്കും. 5.5 കോടി രൂപ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രിയുടെ ഒഴിവിനനുസരിച്ച് തീരുമാനിക്കും. TCV ന്യൂസ് ഗുരുവായൂർ. ആളൂർ പഞ്ചായത്തിനെ അതിദരിദ്രർ ഇല്ലാത്ത പഞ്ചായത്തായി മന്ത്രി R. ബിന്ദു പ്രഖ്യാപിച്ചു. കുടുംബശ്രീ സർവേയിലൂടെ കണ്ടെത്തിയ 14 അതിദരിദ്ര കുടുംബങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതിനു ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിൽ പ്രത്യേക ക്ഷണിതാവായി തൃശൂരിലെ വിദ്യാർത്ഥിനി ആൻ മുക്കൻ. ഇന്ത്യ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിൽ സംഘടിപ്പിച്ച യോഗാ ദിനാഘോഷത്തിലാണ് ആൻ മുക്കൻ പ്രത്യേക ക്ഷണിതാവായി യോഗാ പ്രകടനം കാഴ്ചവെച്ചത്. ആഘോഷത്തിൽ പങ്കെടുത്ത ആൻ മുക്കനെ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പ്രത്യേകം അനുമോദിച്ചു. അയ്യന്തോൾ സ്വദേശികളും അധ്യാപകരുമായ ജീൻ മുക്കന്റെയും പിൻസിയുടെയും മകളാണ് ആൻ മുക്കൻ. മട്ടത്തൂർ പഞ്ചായത്തിലെ കൊരേച്ചാൽ
ഇടുത്തൻകുന്ന് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP 3-ാം വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ മട്ടത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് സതീഷ് മെഴുതിയൂർ ഉദ്ഘാടനം ചെയ്തു. BJP മട്ടത്തൂർ ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ, ശ്രീധരൻ കളരിക്കൽ, അതുൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാല ഭംഗിയിൽ ഉത്രാളിക്കാവ്. TCV തയ്യാറാക്കിയ റിപ്പോർട്ട്. അഴകിന്റെ ഉത്രാളി എന്ന് വിളിക്കുന്ന ഉത്രാളിക്കാവിന്റെ മഴക്കാല മനോഹാരിത. പച്ചവിരിച്ച പാടവും മലനിരകളും ക്ഷേത്രത്തിനു പിന്നിലെ റെയിൽപാളത്തിലൂടെ പോകുന്ന തീവണ്ടിയും ഉത്രാളിക്കാവിനെ സുന്ദരിയാക്കുന്നു. അകമല താഴ്വരയിലെ പാടങ്ങൾക്കരികിലാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. പ്രകൃതി കനിഞ്ഞ ഈ മനോഹാരിത തന്നെയാണ് ഉത്രാളിക്കാവിന്റെ പൂരാഘോഷത്തിന് മാറ്റുകൂട്ടുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും സുന്ദരമായ കാഴ്ചയാണ്. പാടവും ദൂരെ കാണുന്ന മലനിരകളും മൂടൽമഞ്ഞും ചെങ്കുത്തായ പുൽമേടും അതിന് നടുവിലായി ഒഴുകുന്ന നീർച്ചാലും അതിനെ മുറിച്ചു കടക്കാൻ ഗ്രാമവാസികൾ നിർമ്മിച്ച ചെറിയ മുളപ്പാലവും അതിമനോഹരം തന്നെ. മഴക്കാലത്ത് എപ്പോൾ വന്നാലും ഈ ഒരു കാഴ്ച ആസ്വദിക്കാം. ഈ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് 12-നാണ്. ഉച്ച സമയത്തും തണുത്ത കാറ്റും കുളിരും മനസ്സിനെ ശാന്തമാക്കുമെന്ന് തീർച്ച. ഇവിടെ നിന്ന് ട്രെയിൻ വരുന്നത് കാത്തുനിന്ന് ആ ദൃശ്യം കൂടി പകർത്തുമ്പോഴാണ് ആസ്വാദന കാഴ്ച പൂർണ്ണമാകുന്നത്. പാടവരമ്പിലൂടെ ഗ്രാമാന്തരീക്ഷ തനിമയിൽ നടന്നു നീങ്ങുന്ന നിഷ്കളങ്കരായ മനുഷ്യരും. തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്താണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാടശേഖരത്തിന് നടുവിലെ ക്ഷേത്രവും മനോഹാരിതയും കാണാം. സംസ്ഥാന ഔഷധ സസ്യ ബോർഡും മട്ടത്തൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സഹകരിച്ച് നടപ്പിലാക്കുന്ന കുറുന്തോട്ടി കൃഷിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 6 ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 50 പഞ്ചായത്തുകൾക്ക് കുറുന്തോട്ടി തൈകൾ വിതരണം ചെയ്തു. ദേശീയ ആയുഷ് മിഷൻ സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ D. സജിത് ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ TK ഹൃദിക് അധ്യക്ഷത വഹിച്ചു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, ഔഷധ സസ്യ ബോർഡ് സയന്റിഫിക് ഓഫീസർ ഡോക്ടർ OL പയസ്, KP പ്രശാന്ത്, ഡോക്ടർ ജയനാരായണൻ എന്നിവർ സംസാരിച്ചു. കൊടകരയിലെ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച 1,20,00,000 കുറുന്തോട്ടി തൈകളാണ് വിതരണം ചെയ്യുന്നത്. വടക്കാഞ്ചേരിയിൽ തകർന്ന ബസാർ റോഡിന്റെയും മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം KPCC അംഗം പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ദിലീപ് അധ്യക്ഷത വഹിച്ചു. കാരയങ്കാട്ട് ശിവരാമകൃഷ്ണൻ, V. സജീഷ്, A. ഭാസ്കരൻ, VA മൊയ്തു, ബാബു മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി ശ്രീനാരായണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന സെമിനാർ നടത്തി. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ദാസൻ, TM കുഞ്ഞുമൊയ്തീൻ, NS നൌഷാദ്, TS രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ തിരുവില്ലാമലയിൽ കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ നിന്നും ആരംഭിച്ച ജാഥ തിരുവില്ലാമല ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമാപന യോഗം CITU ചേലക്കര ഏരിയ പ്രസിഡന്റ് T. ഗോകുലൻ ഉദ്ഘാടനം ചെയ്തു. KR സത്യൻ അധ്യക്ഷത വഹിച്ചു. തീരുമാനത്തിനെതിരെയാണ് 4 ദിവസത്തെ പണി 2 ദിവസം വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും BRCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സേവർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിജിറ്റൽ പ്രിന്റിംഗ് ഹബ്ബൊക്കെയായി വ്യത്യസ്ത നിലയിലുള്ള ജോലി സാധ്യതകൾ ഉതകുന്ന
പഠന പ്രവർത്തനങ്ങൾ ഹരി പി നായർ രചിച്ച ഹരിഗീതം എന്ന പുസ്തകത്തിന്റെ ആസ്വാദന ചടങ്ങ് ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ചു. ഗാനരചയിതാവ് MD രാജേന്ദ്രൻ, നടൻ ജയരാജ് വാര്യർ, K ഉണ്ണികൃഷ്ണൻ, കൃഷ്ണപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സാഹിത്യ സംഗീത സംവാദം നടന്നു. ശ്രുതി, ശൈലജ, ഗീത എന്നിവർ ഹരിഗീതത്തിലെ കവിതകൾ ആലപിച്ചു. പറയേണ്ടി വരും. എഴുതിയ പൂരമൊക്കെ വളരെ വ്യത്യസ്ത പുസ്തകം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഹരിയുടെ ജീവിതത്തിൽ ഇനിയും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈ മാസം 26, 27 തീയതികളിൽ ആഘോഷിക്കുന്ന തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായി ഫൊറോനയിലെ എല്ലാ പള്ളികളിലേക്കും വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സഹവികാരി ഫാദർ G സക്കരപ്പട്ടിയേക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ, തിരുനാൾ ജനറൽ കൺവീനർ KC ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെട്ടിശ്ശേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറക്കൽ പൂരം മുടങ്ങിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധ നാമജപം സംഘടിപ്പിച്ചു. പൂരം മുടങ്ങിയത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ ദേവസ്വം തയ്യാറായില്ലെന്നും ഭക്തജന കൂട്ടായ്മ ആരോപിച്ചു. CPM കടങ്ങോട് പഞ്ചായത്ത് 3-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിലെ വിജയികളെ അനുമോദിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗം CK മണികണ്ഠൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ്, ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ് INTUC ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഗോപിനാഥ് മനയത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ വില്ലേജ് ഓഫീസർ TK അനിൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. VK വിമൽ, CR മനോജ്, VD ഷാജിൻ, CK സത്യൻ, RV ആഷിഖ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ലയൺസ് ക്ലബ്ബുകളിൽ സേവനത്തിൽ 1-ാം സ്ഥാനം നേടി പാമ്പാടി വില്ലാദ്രി ലയൺസ് ക്ലബ്ബ്. ലക്കിടി പോളി ഗാർഡനിലെ അന്തേവാസികൾക്കൊപ്പം സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് VK വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് വാര്യർ, KM അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ KB സജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഗ്രാമിന് 9,235 രൂപ, പവന് 73,880 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,398 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാളാക്കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പടുക്കപ്പറമ്പ് തടയണയ്ക്ക് സമീപം വലിയ തോടിന്റെ ബണ്ട് തകർന്നു. പച്ചളിപ്പുറം പൂക്കോട് ഭാഗത്ത് വ്യാപക കൃഷിനാശം. താന്യം പഞ്ചായത്തിലെ അനാർവല്ലി മേഖലയിൽ നിരവധി വീട്ടുകാർ ദിവസങ്ങളായി വെള്ളക്കെട്ട് ദുരിതത്തിൽ. പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ പരിശോധന നടത്തും.
അടിപ്പാത, മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത തടസ്സങ്ങളും അപകടാവസ്ഥയും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.5 കിലോ കഞ്ചാവ് പിടികൂടി. പ്ലാറ്റ്ഫോമിൽ ബാഗിൽ ഉപേക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.